എത്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി? 55,000 രൂപ ഫൈനൽ കൊടുക്കാം. അപ്പോൾ 5 വർഷം പേപ്പർ ലോൺ 55,000 കൊടുക്കാം. നമുക്കൊരു 78 രൂപ ഫൈനൽ കൊടുക്കാം. 78 സാർ. മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, കണ്ടീഷൻ വണ്ടി, ധൈര്യമായിട്ട് എടുത്തു പോവാം. എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിതൊരു 58,000 രൂപ ഫൈനൽ കൊടുക്കാം. ഡബിൾ ടാക്സ് അടച്ചിട്ടുണ്ട്, 33 വരെ ടാക്സ് ഉണ്ട്. അങ്ങനെ വരുന്നത് നമുക്കൊരു 82,000 രൂപ കൊടുക്കാം. 2012 ഫിഗോ. നമുക്കിത് വന്നിട്ട് ഒരു 37 രൂപ കൊടുക്കാം ഫൈനൽ. പുതിയ പേപ്പർ ആക്കി കൊടുക്കാം. ചെറിയ ബഡ്ജറ്റേ വരുന്നുള്ളൂ, വെറും 45,000 രൂപ കൊടുക്കാം. 45,000 രൂപ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ബെസ്റ്റ് ചോയ്സിലാണ്. നല്ല മഴയാണ്, അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഇപ്പോൾ കുറച്ച് പാടാണ്. ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ മഴ കാരണം. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലാണ്. കാട്ടാക്കട കിള്ളി, കറക്റ്റ് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് നല്ലൊരു എന്താ പറയുക, ഒരു വളരെ കുറഞ്ഞ വിലയ്ക്കുള്ള വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജെറിനുണ്ട്. അപ്പോൾ വീണ്ടും സ്റ്റോക്കൊക്കെ മാറിയല്ലേ? അതെ അതെ, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വലിയ കുഴപ്പമില്ല പോയല്ലോ. പിന്നെ നല്ല കമൻറ്റൊക്കെ വന്നായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ലോൺ 2012 മുതലല്ലേ? 2010 മുതൽ നമ്മൾ ചെയ്യാൻ പറ്റും. 10 മുതൽ ചെയ്യുന്നുണ്ട്. 10 മുതൽ ചെയ്യും. 10 മുതൽ ലോൺ വരുന്നുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് കളക്ഷൻ വന്നിട്ടുണ്ടല്ലേ? അതെ, അതുപോലെ RTO വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് വണ്ടി നാനോ തുടങ്ങാം. വില കുറച്ച് കൊടുക്കാൻ നാനോ. ഓക്കെ, 2010 വണ്ടി, AC ഉള്ള വണ്ടി, വെറും 45,000 കിലോമീറ്റർ. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലി യൂസോ പഠിക്കുന്നവർക്കോ എങ്ങനെ വേണോ എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം. ചെറിയ ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് വണ്ടി. ബൈക്കിന്റെ വില പോലും ആണല്ലോ. ടയർ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല അല്ലേ? എല്ലാ കാര്യങ്ങളും കൊള്ളാം. ഓക്കെ, ഇന്റീരിയറും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. കിലോമീറ്റർ എത്ര പറഞ്ഞേ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ വണ്ടി. എന്നോട് കിലോമീറ്റർ ആണോ ബ്രോ? ജെന്യുവിൻ ആണ്. ഓക്കെ, നാനോ 2010 വണ്ടി അല്ലേ? വണ്ടിയുടെ ബോഡി ക്വാളിറ്റി കണ്ടിട്ട് മനസ്സിലായി. ബോഡിയിൽ കുഴപ്പമൊന്നുമില്ല, ടയർ കണ്ടീഷനും കുഴപ്പമില്ല. എത്ര കൊടുക്കാം അപ്പം? നമുക്ക് വെറും 35,000 രൂപ കൊടുക്കാം. 35,000 രൂപ. അപ്പോൾ അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്ക. പെട്രോൾ ആണ്, 2008 ആണ്, 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 8 വണ്ടി 28 പേപ്പർ വരുന്നുണ്ട്. ഇത് വന്നിട്ട് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം ഓടും, വേറെ വലിയ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ടയർ ഫ്രണ്ടിൽ 2 പുതിയതുണ്ട്, ബാക്കിൽ ആവറേജ് ആണല്ലേ? അതെ, ബാക്കിൽ അത്യാവശ്യം മുട്ടയായി, ഫ്രണ്ട് 2 പുതിയ ടയറുണ്ട്. ഓക്കെ, വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എല്ലാം പക്ക, കുഴപ്പമില്ലല്ലോ. AC എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അല്ല AC കൂളിംഗ് കുറവുണ്ട്. അപ്പം ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്, ആവറേജ് ക്വാളിറ്റിയാണ്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ടാറ്റ ഇൻഡിക്ക ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വണ്ടിയല്ലേ? അതെ, എടുത്ത് പഠിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ചെറിയ ബഡ്ജറ്റേ വരുന്നുള്ളൂ, വെറും 45,000 രൂപ കൊടുക്കാം. 45,000 രൂപ. 2008 വണ്ടി, 28 വരെ പേപ്പറുള്ള സെക്കൻഡ് ഓണർ, പവർ സ്റ്റിയറിംഗ് വണ്ടി. കുഴപ്പമൊന്നുമില്ല. 800 പോലും കിട്ടൂലേ? പവർ വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ശരി. അപ്പോൾ അടുത്ത വണ്ടി സെൻ ആണ്. 2001 ആണ്, സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 27 വരെ പേപ്പറുള്ള നല്ല ക്വാളിറ്റി ഉള്ള സെൻ. 27 വരെ പേപ്പർ വരുന്നുണ്ടല്ലേ? ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ടയർ കണ്ടീഷൻ, വണ്ടി നല്ല ലോങ് ഒക്കെ ഓടി വന്ന വണ്ടിയാണ്, ചെന്നൈയിൽ നിന്ന് ഓടി വന്ന വണ്ടിയാണിത്. ടയർ കണ്ടീഷൻ ഒരു 60% ടയറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഒരു കസ്റ്റമർ തന്നെ, പുള്ളി ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളിക്കാരനെ അവിടെ നിന്ന് ഓടിച്ചു വന്ന വണ്ടിയാണ്. മേജർ ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സെൻട്രൽ ലോക്ക് വരെ ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, സെൻട്രൽ ലോക്ക് അഡീഷൻ ചെയ്താണോ? സെൻട്രൽ ലോക്ക്. ഓക്കെ, ഇന്റീരിയർ കൊള്ളാം കേട്ടോ. സീറ്റ് കവർ ഉണ്ട്, പിന്നെ ഫ്രണ്ട് സീറ്റ് കവർ ചെറിയൊരു ഡാമേജ് ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ഈ സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണോ? AC മാത്രം? AC മാത്രം വരുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ, മെക്കാനിക് കണ്ടീഷനൊക്കെ നന്നായിരിക്കുന്നുണ്ട്. കാർബറേറ്റർ ആണ്, പക്ഷെ ഓടിക്കാനൊക്കെ MB5 പോലെ തന്നെ സ്മൂത്ത് ആണ്, വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എവിടെ നിന്നൊന്നും എടുക്കാമല്ലോ? അതെ, ധൈര്യമായിട്ട് എടുത്തു പോവാം. എത്ര കൊടുക്കാം? നമുക്കിതൊരു 58,000 രൂപ ഫൈനൽ കൊടുക്കാം. 58,000 രൂപ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800. 2006 MB5 ആണ്. 6 വണ്ടി. വണ്ടി അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക് സൈഡിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോൺ AC ആണ് വണ്ടി. ഓക്കെ, 2006 MB5 വണ്ടിയല്ലേ? അതെ. അപ്പോൾ 26 ഒരു പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ, ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ആവറേജ് ഉണ്ട്, വലിയ സ്ക്രാച്ച് ഒന്നുമില്ല, ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ഓക്കെ, മാരുതി 800 സ്റ്റാൻഡേർഡാണ്. ഇൻറ്റീരിയർ ഈ കാണുന്ന ക്വാളിറ്റിയാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ, എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം, ധൈര്യമായിട്ട് എടുത്തോടെ. 26 4 മാസം വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ചെറിയൊരു പെയിൻറ്റിങ് ഇഷ്യൂവിൻ്റെ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ ഒരു വിഷയമുള്ളൂ.
ഓക്കെ, അപ്പം എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം. MBF ആയതുകൊണ്ട് അത്യാവശ്യം 10-18 മൈലേജും കിട്ടും. അതെ. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 55,000 രൂപ കൊടുക്കാം ഫൈനൽ. 55,000 രൂപ. അപ്പോൾ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഡീസലാണ്. നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. മോഡലോ അത്യാവശ്യം ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. നമുക്ക് ഈ കണ്ടീഷൻ 2012 ആണ്. 27 രൂപ പേപ്പർ ഉണ്ട്. 27 രൂപ പേപ്പർ ഉണ്ട്. 120 ഓടിയ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി, ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി, ഓടി മുതലാക്കാം. ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് 120 ഓടിയ വണ്ടി. 20 ഓടിയിട്ടുണ്ട് അല്ലേ? ബോഡി ഈ സൈഡ് കുഴപ്പമൊന്നുമില്ല, വലിയ ഡെന്റ് ഇല്ല. പക്ഷേ ഒരു പെയിൻറ്റിങ്ങിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, അതൊന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇന്ത്യർ ആകുമ്പോൾ 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 1,26,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ, വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല? വേറെ ഓടിക്കാനൊക്കെ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓടും. AC വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എത്ര കൊടുക്കാൻ വേണ്ടി? നമുക്കൊരു 82,000 രൂപ കൊടുക്കാം. 2012 ഫിഗോ വെറും 82,000 രൂപ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 97 മോഡലാണ്. ടൈപ്പ് 1 ടൈപ്പ് ആണ്. പക്ഷെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ ടൈപ്പ് വണ്ടിയൊക്കെ ആൾക്കാർ അന്വേഷിച്ച് കൊടുക്കുന്നുണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ പക്ക. ടയർ കണ്ടീഷനൊക്കെ കുഴപ്പമില്ല, ആവറേജ് ഉണ്ട്. നിലവിൽ 28 വരെ CF ഉള്ള വണ്ടിയാണ്. പുതിയ ടാക്സ് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. അപ്പം ഫിറ്റ്നസ് 28 വരെ ഉണ്ട്, ടാക്സ് നിങ്ങൾ എടുത്തു കൊടുക്കും. അതെ. വണ്ടിയുടെ ഇന്റീരിയർ വലിയ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? മെക്കാനിക് കണ്ടീഷനും കൊള്ളാം, ബോഡി ക്വാളിറ്റി കൊള്ളാം. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, ആവറേജ് ഉണ്ട്. ഒരു ടയർ പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്. ഓക്കെ, 28 വരെ പേപ്പർ. അപ്പം ടാക്സ് 30 വരെ വരും. എത്രയ്ക്ക് കൊടുക്കാം? അപ്പം നമുക്കിത് വന്നിട്ട് ഒരു 37 രൂപ കൊടുക്കാം ഫൈനൽ. 37. പുതിയ പേപ്പർ ആക്കി കൊടുക്കാം. ടാക്സ് എല്ലാം എടുത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ സിംഗ് ഫുൾ ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ. മോഡലോ? 2007, 27 വരെ പേപ്പർ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 86,000 കിലോമീറ്റർ. ഓക്കെ, ഇവിടെ ഒരു സ്ക്രാച്ചസ് ഉണ്ട്. ടയർ കണ്ടീഷൻ 4 ഒരു 70% ടയർ ഉണ്ട് കേട്ടോ. വണ്ടി വേറെ വിഷയമൊന്നുമില്ല, ആ ഒരു സൈഡിൽ സ്ക്രാച്ചസേ ഉള്ളൂ. പക്ഷേ ഡെന്റ് അങ്ങനെ പറയാനില്ലല്ലേ? വണ്ടി ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്, വണ്ടി കൊള്ളാം, ഓടിക്കാനൊക്കെ കൊള്ളാം. ഓക്കെ, സോണിയുടെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാബ്രിക്കാണ് സീറ്റ്, പക്ഷേ അത് വൃത്തിയുണ്ട് കേട്ടോ. ഓക്കെ, അതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. 2 ഡോറിന് 4 ഡോറാണ് വരുന്നത്? 4 ഡോറും വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അല്ലേ? 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, എല്ലാം ബാക്ക് വൈപ്പർ എല്ലാം വർക്കിംഗ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. ഓക്കെ, 2007 ആണ്, 27 വരെ പേപ്പറും ഉണ്ട്. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? നമുക്കൊരു 78 രൂപ ഫൈനൽ കൊടുക്കാം. 78 മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി മാരുതി സുസുക്കി സെൻ 2000 മോഡലാണ്. 26 വരെ ഇൻഷുറൻസ് ഉണ്ട്, 30 വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്? ടെസ്റ്റ് കഴിഞ്ഞത്. ഓക്കെ, സെന്ന് അത് MBF ആണോ കാർബറേറ്റർ ആണോ? കാർബറേറ്റർ ആണ്. കാർബറേറ്റർ വണ്ടി. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ബോഡി ക്വാളിറ്റിക്ക് കാണുന്ന ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വലിയ ഡെൻറ്റോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല, മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ, മേജറായിട്ടൊന്നുമില്ല. ടയറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? അതെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഓടി നല്ല വണ്ടി, കുഴപ്പമൊന്നുമില്ല. ഇല്ല, പേപ്പർ ഉള്ളതല്ലേ, ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയില്ലേ? ഓക്കെ, AC ഉള്ള വണ്ടിയല്ലേ? AC ഉള്ളത്. AC വർക്കിംഗ് ആണല്ലോ? AC ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും, നോക്കണം. നമ്മൾ ഈ കണ്ടീഷനാണ്. ഫാബ്രിക് ആണ്, പക്ഷേ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്. ഓക്കെ, AC-യും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്? ഇല്ല, AC മാത്രം. അപ്പോൾ 2000 30 വരെ പേപ്പർ ഉണ്ട്. 26 5-ാം മാസം വരെ ടാക്സ് ഇൻഷുറൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് എത്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി? 55,000 രൂപ ഫൈനൽ കൊടുക്കാം. അപ്പോൾ 5 വർഷം പേപ്പറിലുള്ള വണ്ടി 55,000 രൂപ കൊടുക്കാം. അപ്പം അടുത്ത വേണ്ടി ഓൾട്ടോ 2010 LXi ആണ്, സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 2 മാസം കൂടെ റീടെസ്റ്റ് ഉണ്ട്. 2 മാസം കൊണ്ട് ഉണ്ടല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 2010 ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? എൻ്റെ ബോഡി ക്വാളിറ്റി വലിയ കുഴപ്പമില്ല കേട്ടോ. അതിനോട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതിൽ ഡെൻറ്റോ സ്ക്രാച്ചസ് ഡെൻറ്റ് ഒന്നുമില്ല. 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 73,000 കിലോമീറ്റർ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. നമുക്ക് റീടെസ്റ്റിന് ഒന്ന് പോളിഷ് ചെയ്യാനേ ഉള്ളൂ, വണ്ടി സർവീസ് ഡെൻറ്റോ കാര്യങ്ങളൊന്നും. ഇന്റീരിയർ സീറ്റ് കവറുണ്ട്, അത്യാവശ്യം വൃത്തിയുണ്ട്, സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. LXi അല്ലേ ഇത്? LXi. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ? നമുക്ക് ഈ കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു 95,000 രൂപ കൊടുക്കാം, വെറും 95,000 രൂപ. പിന്നെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തെടുത്ത് പോകണമെന്നുള്ളവർക്ക് ടെസ്റ്റ് എമൗണ്ട് കൂടി തന്നു കഴിഞ്ഞാൽ പുതിയ പേപ്പർ ആക്കി വിടാം. കൊടുക്കാം. അപ്പോൾ ആ സീരീസ് കണ്ടീഷൻ 95,000.
അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800 2008 മാരുതി 800 ആണ്. 8 വണ്ടി. 8 വണ്ടിയിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. 33 വരെ ടാക്സ് ഉണ്ട്. അത് അങ്ങനെ വരുന്നത് 2 ടേൺ ടാക്സ് കയറി അടച്ചു കസ്റ്റമർ. 2 പ്രാവശ്യം അടച്ചു. അപ്പോൾ ഓൾറെഡി 33 വരെ ടാക്സ് ഉണ്ട്. അടുത്ത് റീടെസ്റ്റ് ചെയ്യുമ്പോഴും ടാക്സ് എടുക്കണ്ട. 2 പ്രാവശ്യം റീടെസ്റ്റ് ചെയ്യാം. അതെ, അതങ്ങനെ 2 പ്രാവശ്യം അടയ്ക്കാൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എത്ര വേണോ അടയ്ക്കാം. അപ്പോൾ അങ്ങ് കൂടി പോകും. അതെ, ആഡായിക്കൊള്ളൂ അല്ലേ? അതെ, ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിലവിൽ 33 വരെ ടാക്സ് ഉണ്ട്. ഈ വണ്ടി അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ആണ്. അതായത് ടാക്സ് മാത്രം കുറഞ്ഞ ഒരു 20,000 രൂപ ടാക്സ്. അതെ, ഓക്കെ. 2030. പിന്നെ AC വണ്ടിയാണ്. AC നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. MBFI AC. അത്യാവശ്യം ബോഡി ക്വാളിറ്റി, മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഓക്കെ. ടയർ കണ്ടീഷൻ കൊള്ളാം കേട്ടോ. ഓക്കെ. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ഓഫറാണ്. ഡബിൾ ടാക്സ് ഓഫറാണ് കേട്ടോ. 2033 വരെ. ഈ വണ്ടിയുടെ ആയുഷ്കാലം മുഴുവൻ ടാക്സ് ഉണ്ട്. അതെ. ഓക്കെ. ടയർ കണ്ടീഷനും കൊള്ളാം. ബോഡിയും ചെറിയ മൈനോട്ട് ഡെന്റ് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ? AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണ്. ഒരു കുഴപ്പമില്ല. എവിടെ നിന്ന് വേണോ വന്നെടുത്ത് പോവാം. എവിടത്തേക്ക് കൊടുക്കാം? 75,000 രൂപ തരാം. 75,000 രൂപയ്ക്ക് ഡബിൾ ടാക്സ് അടച്ച വണ്ടി. 28 പേപ്പർ ഉണ്ട്. 30 വരെ പേപ്പർ. അതൊരു അഡ്വാൻസ് ആണ്. 30 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. പേപ്പർ 30 വരെ ഉണ്ട്. ടാക്സ് 33 വരെ ഉണ്ട്. ഓക്കെ, ശരി. അടുത്ത വണ്ടി നോക്കാം. വണ്ടി മാരുതി 800. AC ആണ്. AC വർക്കിംഗ് ആണ് വണ്ടി. കാർബറേറ്റർ AC. ഏത് മോഡല്? 2004 29 വരെ പേപ്പർ. 29 വരെ പേപ്പർ. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ഓൾമോസ്റ്റ് 4 വർഷം കൂടുതൽ പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ. വണ്ടി ഓവറോൾ കൊള്ളാം. ബോഡിയിൽ നിന്ന് വലിയ കുഴപ്പമില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാരുതി 800 ഒക്കെ എടുത്തിട്ട് പഠിക്കാനും ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ നടക്കുമല്ലേ? അതെ. സീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ. അത് വൃത്തിയുണ്ട്, കുഴപ്പമില്ല. AC ഉള്ള വണ്ടി. AC വർക്കിംഗ് ആണല്ലോ അല്ലേ? AC വർക്കിംഗ് ആണ്. എയർ കണ്ടീഷൻ കൊള്ളാം. ഓക്കെ. ഈ സൈഡ് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് വില? നമുക്കിതൊരു 47,000 രൂപ കൊടുക്കാം ഫൈനൽ. 47. 29 വരെ പേപ്പർ ഉള്ള വണ്ടി. പേപ്പറിനാണ് ഇപ്പോൾ വിലയല്ലേ? അതെ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800. 2006 ആണ്. 6 വണ്ടി. 2006 തേർഡ് ഓണർ. MBFI ആണ് വണ്ടി. MBFI വണ്ടി. അതെ. ഓക്കെ. 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി മെക്കാനിക് സൈഡൊക്കെ കൊള്ളാം. ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കണം. AC ഉള്ളതാണ്. AC വർക്ക് ചെയ്യുമോ? ഇല്ല. ഓക്കെ. AC ഉണ്ടല്ലോ. ഓക്കെ. ഇൻറ്റീരിയർ സീറ്റ് കവർ ഉണ്ട്. വണ്ടി കുഴപ്പമില്ല. ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. ഓക്കെ. വണ്ടി മെക്കാനിക് കണ്ടീഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം. മെക്കാനിക് കണ്ടീഷൻ കുഴപ്പമില്ല. അതെ. ബോഡി ക്വാളിറ്റി കൊള്ളാം. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അല്ലേ? അതെ. വാഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? 55,000 രൂപ കൊടുക്കാം. 2006 MBFI AC ഉള്ള വണ്ടി വെറും 55,000 രൂപ. ഓക്കെ.